അസ്സലാമലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. വളരെ സോസി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ 1 കിലോ ചിക്കൻ്റെ ലെഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കത്തി കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിനാൽ നമ്മൾ ഇതിൽ തേക്കുന്ന മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചിട്ട് ചിക്കനിലേക്ക് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്, ഇഞ്ചി വെളുത്തുള്ളിയാണ്, തക്കാളി ചേർക്കുന്നു. ഒരു വലിയ കഷ്ണം തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ സാദാ മുളക് പൊടി. ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി ചില്ലി പൗഡർ, അല്പം മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്. പൊടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ജീരകം ചേർക്കാവുന്നതാണ്. ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ബേസിൽ ലീവ്സ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ്, ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അല്പം കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിൽ തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്രൈക്ക്. നമ്മൾ ഇതിലേക്ക് ബേസിൽ ലീവ്സും ഒറിഗാനൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്പൈസസിന്റെ ഫ്ലേവറും കൂടി നമ്മൾ ഈ ചിക്കനിലേക്ക് വരും. ചിക്കൻ്റെ ലെഗ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, ആ പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വരാം. എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു രാത്രി മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. കാരണം ഈ ഒരു എല്ലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ വേവാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറിന്റെ കൂടെയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നെയ്ച്ചോറിന്റെ കൂടെ നല്ല കിട്ട് കോമ്പിനേഷനാണ്. നമുക്കിത് സ്കൂളിലുള്ള ദിവസമൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ തലേന്ന് രാത്രി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നെയ്ച്ചോറിന്റെ കൂടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. കുട്ടികളൊക്കെ ചോറൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ. അതായിട്ട് നമ്മളിവിടെ ചിക്കൻ ഫ്രൈയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കാറുണ്ട്. അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നുറുക്കിയ പച്ചമുളക്, ക്രഷ്ഡ് ചില്ലി, ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഓയിലിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സോസ് ഇല്ലാതെ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു സോസും കൂടി ചേർക്കുമ്പോഴേ ആ ഒരു ചിക്കൻ ഫ്രൈയുടെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോയ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ഇവിടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ ഫ്രൈയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ച നമ്മുടെ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ടൊമാറ്റോ സോസും
ഇതെല്ലാം കൂടി നമ്മുടെ ചിക്കനിലേക്ക് ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.